പരീക്ഷയിൽ ഒന്നാമതെത്തിയ ടോപ്പറിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? തലകുത്തി മറിഞ്ഞ് പഠിക്കാതെ കുറച്ച് സമയം മാത്രം പഠിച്ചുകൊണ്ട് മുന്നിലേക്ക് എത്തിയത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിരാശയും സങ്കടവും എനിക്ക് ബുദ്ധിയില്ലാത്തതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. എന്നാൽ അതല്ല സത്യം. കഴിവുകൾ എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങളെ പഠിക്കാൻ പഠിപ്പിച്ച രീതിയാണ് തെറ്റായിട്ടുള്ളത്. കുറച്ചു കുട്ടികൾ മാത്രം അറിയാവുന്ന ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിദ്യാർത്ഥിയെ ജീനിയസിനേക്കാൾ കൂടുതൽ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു രഹസ്യ ഫോർമുല പറഞ്ഞു തരാം. ഇതൊരു ജാപ്പാനീസ് ടെക്നിക്കാണ്. നിങ്ങൾ മാത്രം എന്താണ് എപ്പോഴും ഇങ്ങനെ പുറകിലായി പോകുന്നത്? ഒരു പുസ്തകം മൊത്തം പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതിയാലും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ മാർക്ക് കിട്ടാതെ വരുന്നത്? അതിനുള്ള സൊല്യൂഷൻ കൂടിയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഫോൺ മാറ്റി വച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിരിക്കും. എന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാതെ വീണ്ടും ഫോൺ എടുത്തുകൊണ്ട് സ്ക്രോൾ ചെയ്യാറല്ലേ ചെയ്യാറ്? ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് പറയാൻ വേണ്ടി പോകുന്നത്. പഠനം ഒരു ഭാരമായി കാണാതെ തലച്ചോറിനെ എങ്ങനെ പഠിപ്പിക്കാം എന്നാണ് ജാപ്പാനീസ് ടെക്നിക്ക് പറയുന്നത്. ഒരു കായിക താരത്തെ ഒളിമ്പിക്സിലേക്ക് എങ്ങനെയാണോ പരിശീലിപ്പിക്കുന്നത്, അതുപോലെയാണ് ജാപ്പാനിലെ ആളുകൾ അവരുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുന്നത്. പഠിക്കുക എന്നല്ല അവർ പറയുന്നത്, കൂടുതൽ സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ് അവർ കുട്ടികളെ പഠിപ്പിക്കാറുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് കൈസൺ 1% റൂൾ എന്നാണ്. ഈ മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കാതെ ദിവസവും 1% മാത്രം പഠിച്ചു എടുക്കുക എന്നതാണ് കൈസൺ റൂളിൽ പറയുന്നത്. ദിവസവും മണിക്കൂറുകളോളം 8-10 മണിക്കൂർ പഠിക്കാതെ ഒരു 20 മിനിറ്റ് പഠിച്ചു തുടങ്ങി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒന്നാമത്തെ റൂളിൽ പറയുന്നത്. ചെറിയ ചെറിയ പാർട്ടാക്കി പഠിക്കുക. നമ്മുടെ തലച്ചോറിന് ഒരിക്കലും വലിയ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് എടുത്ത് പഠിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ വേണ്ടി തലച്ചോറിന് പെട്ടെന്ന് സാധിക്കുന്നതാണ്. എന്ന് പറയുന്നത് പോമോഡോറോ ടെക്നിക്കാണ്. ഇതിൽ വരുന്നത് ദിവസവും കണ്ടിന്യൂസ് പഠിക്കാതെ ഒരു 25 മിനിറ്റ് പഠിച്ചിട്ട് ബ്രേക്ക് എടുക്കുക എന്നതാണ്. ഇങ്ങനെ ഒരു ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് ഒരു 25 മിനിറ്റ് പഠിക്കുന്നു, അതിനുശേഷം ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. ഈ ബ്രേക്ക് എടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കണം. മൊബൈലിൽ സ്ക്രോൾ ചെയ്യാൻ പോവാതെ ഒന്ന് എണീറ്റ് നടക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം 25 മിനിറ്റ് വെച്ച് പഠിച്ചിട്ട് അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഒരു വലിയ ബ്രേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഫെയ്മാൻ ടെക്നിക്കാണ്. പുസ്തകം എടുത്തു വച്ച് അത് ഫുള്ളും മനപ്പാഠം പഠിക്കാതെ അത് മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. ഓരോ ഭാഗവും പഠിച്ചതിന് ശേഷം അത് സ്വയം തന്നെ അത് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാൻ പറ്റും. അല്ല, നമ്മൾ എവിടെയെങ്കിലും വിട്ടു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ പുസ്തകം എടുത്ത് വായിച്ചിട്ട് അതിനെ പരിശീലിപ്പിച്ചെടുക്കേണ്ടത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് റീകോൾ ആണ്. മിക്ക വിദ്യാർത്ഥികളും ചെയ്യുന്നത് പുസ്തകം വീണ്ടും വായിച്ചിട്ട് ടൈം വേസ്റ്റ് ആക്കുകയാണ്. ടോപ്പേഴ്സ് ചെയ്യുന്നത് അങ്ങനെയല്ല. അവർ വായിച്ച കാര്യങ്ങൾ പുസ്തകം അടച്ചു വച്ചിട്ട് ഓർമ്മയുണ്ടോ എന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കാറുള്ളത്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂൾ ഓഫ് 3 ആണ്. തലച്ചോറിന് താങ്ങാവുന്നതിലും അധികം ഭാരം കൊടുക്കാതിരിക്കുകയാണ് ജാപ്പാനീസ് വിദ്യാർത്ഥികൾ ചെയ്യാറുള്ളത്. ഒരു ദിവസത്തിൽ 3 സബ്ജക്റ്റിൽ കൂടുതൽ അവർ പഠിക്കാൻ വേണ്ടി ഒരിക്കലും എടുക്കാറില്ല എന്നതാണ്. ഏറ്റവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയമായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി എടുക്കുക. അതിനുശേഷം അതിനേക്കാളും ഉള്ളത് എടുക്കുക. രാത്രിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. ഇതിന്റെ ബാക്കിയുള്ള പാർട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.